ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ജേർണി, അതിലുണ്ടായിട്ടുള്ള ഒരു സക്സസ്, അതാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. ആദ്യം തന്നെ ഈ ഒരു വിജയം ഞങ്ങൾക്ക് നേടിത്തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞുള്ള ഒരു നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുവരേക്കും നമുക്ക് ഉയരാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ വിലമതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ഞങ്ങളുടെ കയ്യിൽ പറ്റിയ ഒരു ദിവസം എന്ന് പറയുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഗോൾ ലിസ്റ്റിൽ നമുക്ക് അടുത്ത മാസത്തേക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു 5 ആഗ്രഹങ്ങൾ കുറിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ആളുകളുടെയും മനസ്സിലെ റവന്യൂ തീർച്ചയായിട്ടും അതെല്ലോ ഇൻകം എന്നുള്ളൊരു കാര്യം വരും. പക്ഷെ എന്തോ ഇൻകത്തേക്കാൾ ഉപരി ഞങ്ങൾക്ക് നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അറിയുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. പിന്നെ നമ്മൾക്ക് അറിയാവുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോകുന്ന, ഇപ്പം ഞങ്ങൾ വിചാരിക്കും തീർച്ചയായിട്ടും ഓരോ ട്രാവലിംഗ് വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ പല സ്ഥലങ്ങളിൽ, ഇപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഇനി ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അത് കാണിക്കുമ്പോൾ ദൈവം എങ്ങനെയെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇതിനുള്ള ഭാഗ്യം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മളെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പം നമ്മളിതുപോലെ പോകുമ്പോൾ ഇതുപോലെ സാധിക്കാത്ത ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ട്രാവലിങ്, കുക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന 2 ആളുകളാണ് ഞാനും ഹസ്ബൻഡും. പിന്നെ കുട്ടികൾക്ക് വീഡിയോയിൽ വരാനായിട്ട് അവർ തുടക്കത്തിലേ പറഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അമ്മ ഞങ്ങളൊന്നും ഇതിനകത്ത് വരില്ല കേട്ടോ, ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര നാണമൊക്കെയാണ്, കൂട്ടുകാർ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ ശരി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തായാലും ഒരു പേര് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടൊന്ന് നോട്ട് ചെയ്യും, നല്ല പേര് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇതിനു മുമ്പ് പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ മെയ് മാസം ആയപ്പോഴാണ് ഇതിന്റെ ശരിയായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് ഇതിന്റെ പിന്നിൽ ബാക്കിയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഓൺ ആക്കുന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൾക്കൊരു തോന്നലും കൂടി വരണല്ലോ. അപ്പൊ ഞങ്ങളുടെ 2 പേരുടെയും കൂടി ആ ഒരു കാര്യം, ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തത് 2024 മെയ് 19 അങ്ങനെ ക്രേസി കപ്പിൾസ് എന്നുള്ള പേരിൽ പലരും പിന്നീട് പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് ചാനലിന്റെ പേര് മാറ്റിയാൽ നല്ലതായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വരാം അതിന്റെ കാര്യങ്ങള്. ഈ പേര് കൊടുക്കാൻ തന്നെ ശരിയായിരുന്നു. ഇപ്പൊ ആദ്യമൊന്നും അങ്ങനെ ഒരു ബോധം പോയില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പേരിൽ തന്നെ അഞ്ജലി പ്രേംജിത്ത് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ അന്ന് വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കിങ്ങിനോടും ട്രാവലിങ്ങോടും ഉള്ള ഒരു പാഷൻ ഉണ്ടല്ലോ, ഒരു ക്രേസിനെസ്, ആ ഒരു പേരിലാണ്. അതും കുട്ടികളെ ഉൾപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ 2 മാത്രമല്ലേ ഉള്ളൂ, വേറെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും അതിനകത്ത് കാണിക്കേണ്ട, അവർക്കൊന്നും അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടം, ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ക്രേസി കപ്പിൾസ് എന്നുള്ള പേരിൽ അങ്ങ് തുടങ്ങി. ഓക്കെ, ഇനി അതിന് തുടങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ എന്തെങ്കിലും അതിലേക്ക് അപ്ലോഡ് ചെയ്യണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് 2 ആൾക്കും ഇതിനകത്ത് വരാൻ സത്യം പറഞ്ഞ ആദ്യം ചമ്മലായിരുന്നു. മുഖം കാണിക്കാൻ, നമുക്ക് സംസാരിക്കാൻ ഒക്കെ. പക്ഷേ അപ്പൊ ആള് പറഞ്ഞു, നമ്മുടെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഫോണിലുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്ന, ആദ്യം വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങുക, നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഏറ്റവും ഞങ്ങളുടെ വിവാദമായിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന ഒരു എന്തായിരുന്നു പ്രേം, നമ്മുടെ ഉണക്കമീനും അതായത് വെറുതെ ഒരു ക്ലിപ്പിംഗ്സ് ഫോണിൽ കിടന്നതെടുത്ത് ഞാൻ വോയിസ് കൊടുത്തു എന്നുള്ളൊരു കാര്യം മാത്രമേ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. ആ ഒരു വീഡിയോ വെറുതെ ഒന്ന് പരീക്ഷണാർത്ഥം ഇട്ട് നോക്കിയതാണ്. പക്ഷെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ കേട്ടോ, സത്യം പറയാം 1K വ്യൂസ് അതിനകത്ത് വന്നു. ഒരുപാട് അല്ല, അത് പിന്നെയല്ലേ ആദ്യം തന്നെ അല്ലേ പെട്ടെന്ന് 1K വ്യൂസ് വന്നു. അതാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക്
സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. അത് 1K വ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ 4 പോലും സബ്സ്ക്രൈബേഴ്സ് ഇല്ല സത്യം. കാരണം ആദ്യത്തെ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇത് ഊഹിക്കാൻ പറ്റുമായിരിക്കും. പുതുതായിട്ട് ഞങ്ങളിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇപ്പോ ഹസ്ബൻഡ് ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ, അടുത്ത് തന്നെ ഉണ്ട് ആളും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയണത്. തീർച്ചയായിട്ടും 1 ഇയറിനുള്ളിൽ മോണിറ്റൈസ് ആയി ഫസ്റ്റ് പേയ്മെന്റ് റിസീവ് ചെയ്തു എന്ന് പറയണത് അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയണത്. ഒരുപാട് നന്ദിയോടുകൂടി തന്നെയാണ് ഈ ഒരു അവസരത്തെ കാണുന്നതും പറയുന്നതും എല്ലാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വീഡിയോ അതിനകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ധൈര്യമായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ നേരത്തെ ഇതുപോലെ ഒരു വാഗമൺ യാത്ര നടത്തിയതിന്റെ ഒരു വെറുതെ എടുത്ത വീഡിയോ ആണ് ഫോണിൽ കിടന്നത്. അതും ഒരു വോയിസ് ഓവർ കൊടുത്താണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ചാനലിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന 2 വീഡിയോയും അതിൽ നിന്ന്, അതും ഒരു സാധാരണ മൊബൈൽ ഫോണിൽ എടുത്തിട്ടുള്ളത്. യൂട്യൂബ് തുടങ്ങണമെന്ന് വെച്ച് ഒന്നും പോയി നമ്മൾ EMIയിൽ ഒന്നും ഒരു നല്ല ഫോൺ പോലും വാങ്ങിച്ചിട്ടില്ല. സാധാരണ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണിൽ ഒരു മൈക്ക് പോലും ഇല്ല അന്ന്. അങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് എടുത്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ യൂട്യൂബിന്റെ അവരുടെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് അന്ന് 1K സബ്സ്ക്രൈബേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവേഴ്സും എത്തുമ്പോഴാണ് ചാനൽ മോണിറ്റൈസ് ആകുന്നത് എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പോ അതില് 1000K എന്ന് പറയുന്നത്, 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതില് ഞങ്ങൾക്ക് 1 മാസത്തിനകം തന്നെ ആ ഒരു കടമ്പ കടന്നു കേട്ടോ. അത് ദൈവാനുഗ്രഹത്താൽ. കാരണം നമുക്ക് തന്നെ പരിചയമുള്ള ആളുകള്, എൻ്റെ സ്റ്റുഡൻസ് കുറേ പേര്, കൊളീഗ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന സഹ അധ്യാപകര്, അതുപോലെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ്, പിന്നെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ആളുകളും ഒക്കെ കുറച്ച് പേര്. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാണവും മാനവും ഒക്കെ മാറ്റി അതിലേ പോകുന്നത് ഇതിലേ പോകുന്നതും ഒക്കെ ആയ ആളുകളോട് കയ്യും കാലും പിടിച്ച് പറഞ്ഞ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ലേ, അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ച ആള് 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചത്. പക്ഷെ അത് 1 മാസം കൊണ്ട് സാധിച്ചു. അതായത് ഒരു ജൂൺ 19 ജൂൺ 20 ഒക്കെ ആയപ്പോഴത്തേക്കും ജൂണിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ കടന്നു. ഇനിയാണ് 4000 വാച്ചിങ് അവേഴ്സ് എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത് എത്തിപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക്. പക്ഷെ എപ്പോഴും പോസിറ്റീവ് ആയിരുന്നോട്ടെ. ഒരു കാര്യം പറയാം, ഈ ചാനൽ തുടങ്ങുമ്പോൾ തുടങ്ങി ഈ നിമിഷം വരെയും ഇനി അങ്ങടേക്കും ഞങ്ങളുടെ 2 പേരുടെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് പോസിറ്റീവായിട്ട് തന്നെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലെ തന്നെ ചാനലിനെ തളർത്താൻ, അതായത് നമ്മുടെ ഈ ഒരു ജേണിയെ തളർത്താനുള്ള, അതായത് നമ്മുടെ വിജയത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഇതിന്റെ കൂടെ തന്നെയുണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇതൊക്കെയാണോ ചാനലിൽ കൊണ്ടുവന്നിട്ടിടുന്നത്, ഇങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണോ ഇടുന്നത്. ശരി, ഒരു വീഡിയോ മോശമാണെങ്കിൽ നമ്മൾ അതിനുശേഷം നല്ലൊരു വീഡിയോ, നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസും ഇടുമ്പോൾ എന്തുകൊണ്ട് ഇവരൊന്നും നല്ലതാണെന്ന് പറയുന്നില്ല. അപ്പൊ എനിക്ക് തുടക്കക്കാരോട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് എങ്കിൽ അതിനെ വളർത്തേണ്ടത് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും. സെൽഫ് മോട്ടിവേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ. ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പഠിച്ച കാര്യമാണ്. നമ്മളെ വേറെ ആരും വളർത്താനില്ല, നമ്മളെ തളർത്താനായിരിക്കും ചുറ്റുപാടും ആളുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു ചെറിയ കട തുടങ്ങിയാൽ പോലും, ഒരു ചെരുപ്പ് കട ആയിക്കോട്ടെ, ഒരു ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മളുടെ ബന്ധുക്കളും നമ്മൾ അറിയുന്ന കുടുംബാംഗങ്ങളും ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കക്കാരും ഒന്നും വന്നിട്ടല്ലല്ലോ അവിടുന്ന് കൂടുതൽ സെയിൽ നടക്കുക. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുകൾ വന്നായിരിക്കും നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് പിന്നിലും തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ലാത്ത, നമ്മളെ സ്നേഹിക്കുന്ന ഒട്ടനേകം നല്ലവരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ കാരണം എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തേക്ക് അങ്ങനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകളും നമ്മളെ തളർത്തുന്നതായിട്ടുള്ള വാക്കുകളും ഒക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഡെസ്പായി, സത്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയേക്കണതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻകം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടല്ല, നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് തുടങ്ങിയ ചാനലാണ്. നമ്മൾ അത് എന്ത് തന്നെ വന്നാലും മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ ഒരു പ്രേരണയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും പിന്നെ നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ എന്താണ് ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ശക്തി ദൈവം
തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതും ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിലേ എത്രയോ പേര് യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് 3-4 വർഷമായിട്ട് മോണിറ്റൈസ് ആകാത്ത ആളുകൾ, മോണിറ്റൈസ് ആയിട്ടും പേയ്മെന്റ് കയ്യിലേക്ക് കിട്ടാത്തതായിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ 1 വർഷത്തിനകം നമുക്ക് നേടിയെടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എൻ്റെ പേരൻസിന്റെ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ, അമ്മ, കുട്ടികള് അവരൊന്നും ഇതിനു മുമ്പിൽ വന്നിട്ടുള്ളതല്ലെങ്കിലും അവരുടെ സപ്പോർട്ട് ഉണ്ട്. അമ്മ വീട്ടുകാർ കുറേ പേര് നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട്. അതുപോലെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒക്കെ. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള്, എൻ്റെ സ്റ്റുഡൻസ്, ഇവരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലും തുടർന്നും ഒക്കെ നമുക്കൊരു മെന്റൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും നമ്മുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഇനിയും ഇതുപോലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും, നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയ കാലം തുടങ്ങിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പലരും ചോദിക്കുന്നു ഡേ ഇൻ മൈ ലൈഫും ഹോം ടൂറും ഒക്കെ ചെയ്യാവോ. നമ്മൾ ഇത്രേ വിചാരിച്ചിട്ടുള്ളൂ, ആളുകൾ തിരക്കിട്ട ലോകത്ത് ഓടുമ്പോൾ അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്നതിൽ നിന്നും അവർക്ക് അറിവുള്ള, പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഈ ചാനൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ വെറുതെ രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ, ഞാൻ എപ്പോഴും വിചാരിക്കട്ടെ ദൈവമേ, പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാതെ രാവിലെ തുടങ്ങി പല്ല് തേക്കുന്ന, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, പക്ഷെ അങ്ങനെ തുടങ്ങി വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കാണിക്കുന്നവർക്ക് പോലും നല്ല വ്യൂസ് ഉണ്ട്. ഇത് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ പോലും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്, നമ്മളത് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ 500 വ്യൂസ് പോലും ഉണ്ടായിട്ടില്ലാത്തതും ഉണ്ട്. അപ്പോഴൊക്കെ മനസ്സിൽ വിചാരിക്കും, പക്ഷെ സ്റ്റേ പോസിറ്റീവ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എല്ലാ വീഡിയോസിനും ഒരുപോലെ ആയിരിക്കില്ല വ്യൂസ്, കാര്യങ്ങൾ ഒന്നും വരണത്. പിന്നെ ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, 1000 വ്യൂസിന് $1 എന്നുള്ള കണക്കായിരിക്കും. ഒന്നും അല്ല കേട്ടോ, അതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കത് കൂടുതൽ വ്യൂസ് ഉണ്ടായിട്ടും നമുക്ക് അത്രയും $1 എത്തിയിട്ടില്ല, അതൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ജൂണിൽ 1K എന്നുള്ള സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ അച്ചീവ് ചെയ്തു. പിന്നെ 4000 വാച്ചിങ് അവേഴ്സ് എന്നുള്ളത് ഞങ്ങൾ പൂർത്തീകരിച്ചത് ഡിസംബറിലാണ് അല്ലേ പ്രേം? ഡിസംബറിലാണ്. ഡിസംബറിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. 4000 വാച്ചിങ് അവേഴ്സ് അവിടെയാണ് എത്തിയത്. അതിന് സഹായിച്ചൊരു വീഡിയോയും ഉണ്ടായിരുന്നു. അതും ഇതുപോലെ എപ്പോഴെങ്കിലും ദൈവം ഒരു ചാൻസ് കൊണ്ട് തരണമെന്ന് പറയണത് അതാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അനുഭവം തന്നെയാണ്. അവര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞ് തളർത്തുമ്പോ ആകെ ഡെസ്പായ ഒരു കുട്ടി. അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നെഗറ്റീവ്സും അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ പരത്തി ഒരാളുടെ ജീവിതത്തെ ഇങ്ങനെ ഇത്രയും തളർത്തപ്പെടുമ്പോ അതിലെങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ആയിരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ ഞാൻ എൻ്റെ അനുഭവങ്ങളും ഓർത്തു. ഇതുപോലെ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴും ഞങ്ങളെ മാക്സിമം തളർത്തി ഇടാനായിട്ട് ഏറ്റവും ആദ്യം നോക്കി. ആ വീഡിയോ ആണ് കേറി പോയത്. ആ വീഡിയോ 1700 മണിക്കൂറും കണ്ട് വാച്ചിങ് അവേഴ്സ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ. അപ്പൊ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ അതിനകത്ത് അന്ന് 19K വ്യൂസ് ആ ഒരു വീഡിയോക്ക് ഉണ്ടായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം, അല്ലാണ്ട് ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ മണിക്കൂർ കുറെ കടന്നുപോയി. അപ്പൊ അങ്ങനെ ഡിസംബർ ആയപ്പോ മോണിറ്റൈസ് ആയി. മോണിറ്റൈസ് ആയി കഴിഞ്ഞപ്പോ വിചാരിച്ചു ഇനി എല്ലാം ഓക്കെ ആയത്. എവിടുന്ന് ഇനിയാണ് ഓരോ വ്യൂസിനും മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എമൗണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സത്യം. അപ്പൊ അതുവരെ ചെയ്ത 19Kയും അല്ലെങ്കിൽ 8000 സംതിങ് ഒക്കെ വന്നതും ഒക്കെ എവിടെ പോയി? ഒന്നുമില്ല. അപ്പോഴാണ് ഇനിയുള്ളതിനാണ് ഇനി നമ്മൾ 100. അപ്പൊ ഇതിലേക്ക് മോണിറ്റൈസ് ആകുന്നതിനിടയിൽ ഒരു കാര്യം പറയട്ടെ കേട്ടോ. നമുക്ക് ഈ മോണിറ്റൈസ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള, അത് പ്രേം പറയും, എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് ശരിയാക്കാനായിട്ടുള്ള ഒക്കെ വരും. നമ്മുടെ അത് വേറെ ഒന്നുമല്ല, ID വെരിഫിക്കേഷൻ ഉണ്ട്, പിൻ വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ടാക്സ് വെരിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ID വെരിഫിക്കേഷനും പിൻ വെരിഫിക്കേഷനും ഓക്കെ ആയിരുന്നു. പിന്നെ ടാക്സ് വെരിഫിക്കേഷൻ നമുക്ക് ഫെയിൽ ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ടാക്സില് പാൻ കാർഡാണല്ലോ കൊടുക്കണത്. പാൻ കാർഡിൽ എന്റെ പേരിൽ ഇനിഷ്യൽ ഇല്ല, ID-യില് ഇനിഷ്യൽ ഉണ്ട്. അപ്പൊ അത് ഡിസ്മാച്ച് ആയി. അങ്ങനെ ചെറിയ പ്രോബ്ലം വന്നു. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു കേട്ടോ, ജെഫോടെക് എന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഞാൻ എടുത്ത് കൊടുക്കാം. അയ്യോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് എന്ത് സംശയം, കാരണം നമുക്ക് ടെക്നിക്കൽ ആയിട്ടൊന്നും കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയില്ല. നമുക്ക് യൂട്യൂബിന്റെ എന്ത് സർവീസും പുള്ളി ചെയ്തു തരും കേട്ടോ. അങ്ങനെ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്ത് ആളാണ് എല്ലാം റെഡി ആക്കി തന്നത്. ഇപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം സക്സസ്ഫുൾ ആയി. നമുക്ക് പേയ്മെന്റും കിട്ടി. ആളുടെ നമ്പർ നമുക്ക് ഇത് കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളെ വിളിച്ചാൽ മതിയല്ലോ.
ചാനലിന്റെ പേര് അയ്യോ, നേരത്തെ ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവരുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. നമ്മുടെ ഉണ്ടൂസ എന്നൊക്കെ വിളിച്ചിട്ട് അവര് ചാനല് സാധാരണ ഒരു ഫാമിലി ലൈഫ് കാണിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു ചാനല്. അതില് ഇപ്പൊ ജെ4ടെക് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ എപ്പോ വാട്സപ്പിൽ ഒരു കാര്യം ചോദിച്ചാലും ഉണ്ടല്ലോ, എന്താ പറയുക, ഉടനെ തന്നെ നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ചാനലിൽ ലിങ്ക് കൊടുക്കാം. അതെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ആളെ വിളിച്ചാൽ മതി. ആള് ഫോൺ എടുക്കുകയും ചെയ്യും എപ്പോ വിളിച്ചാലും. അതെ. അപ്പൊ അവരുടെ തീർച്ചയായിട്ടും ആ ഒരു സഹായം കൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആള് പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ശ്രദ്ധിച്ച് ചെയ്യൂ, നല്ല ക്വാളിറ്റി ഉള്ളത് ചെയ്യാനായിട്ട് നോക്കൂ, നല്ല കണ്ടന്റ് ഉള്ള. അപ്പോഴും നമുക്ക് ഈ ഫോണിന്റെ കാര്യത്തില് പിന്നെ ക്വാളിറ്റി അല്ലേ ഉള്ളൂ. അതെന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, തുടക്കത്തിൽ അതിന് ഇപ്പൊ പ്രേം പറഞ്ഞിരുന്നു ആദ്യമൊക്കെ നമുക്ക് നല്ലൊരു ഫോൺ ശരിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്നൊക്കെ കിട്ടട്ടെ. ഇപ്പൊ ഞാനും പ്രേം എന്ന് പറഞ്ഞാലും ഞങ്ങള് എന്താണ് രണ്ടാളും ജോലിക്ക് പോയിട്ട് തന്നെ ഒരു കുടുംബം മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻകത്തിൽ നിന്നാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി ഇതിനിടയിൽ നമ്മള് പുതിയൊരു ഫോൺ വാങ്ങിച്ച് അതിന്റെ EMI കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ട. കാരണം നമ്മുടെ ചാനലിൽ എത്രത്തോളം ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു, ഇൻകം വരണോ എന്നുള്ളതിനനുസരിച്ചിട്ട് മതി നമുക്ക് അതിലേക്ക് മുടക്കാന്ന് വിചാരിച്ചിട്ട് അതിനങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. മൈക്ക് വാങ്ങിച്ചു കേട്ടോ. അപ്പോഴേക്കും മൈക്കൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താണ് പിന്നെ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറേ പേർക്കുണ്ടല്ലോ ഇത് അറിയില്ലാത്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലാതെയൊക്കെ ആണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിലും അറിയുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്താണ് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഒരാശ്വാസം കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എത്രയോ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ ഒന്നും പ്രശ്നങ്ങൾ ആരോടും പറയാൻ പോലും പറ്റാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചിലർക്ക് ചിലതൊക്കെ കേൾക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊരു റിലീഫ് കിട്ടും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നതും. കാരണം ഇതൊക്കെ ഒരു നാൾ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തീർന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അത് മോണിറ്റൈസ് ആകുന്നതും അതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നതും ഇതുമെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിനുശേഷമുള്ള ഓരോ വീഡിയോസിൽ വന്നതിനനുസരിച്ച് ചില വീഡിയോസ് കേട്ടോ ചിലതിന് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, ചിലത് വ്യൂസ് കുറയുന്നുണ്ട്. ട്രാവലിങ്ങും അതുപോലെ തന്നെ കേട്ടോ, ട്രാവലിംഗ് കുക്കിംഗ് ഒക്കെ ഇടുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വന്നു തുടങ്ങിയപ്പോൾ ആളുകൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നത് അതാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ ട്രാവലിംഗ് കുക്കിംഗ് ഒക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രാവലിംഗ് ആട്ടോ, വലിയ ദൂര സ്ഥലങ്ങളിലൊന്നും പോകാനുള്ള ഇതിലൊന്നും അല്ല. നമുക്ക് പറ്റുന്നതിനെ കൊണ്ട് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നുള്ളത് പോലെ അങ്ങനെ നടത്തുന്ന യാത്രകളും കാര്യങ്ങളുമാണ് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലുള്ള സ്ഥലങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നതും പരിചയപ്പെടുത്തുന്നതെല്ലാം. അപ്പൊ അതും കൂടി ഒന്ന് കാണണേ എന്നുള്ള ഒരു അപേക്ഷയുണ്ട് കേട്ടോ. അപ്പൊ പുതുതായിട്ട് തുടങ്ങുന്നവരുടെ അടുത്ത് എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ആഗ്രഹമുണ്ടോ, ആഗ്രഹം തീവ്രമാണോ, അത് തീർച്ചയായും നടന്നിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക, ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്വയം സന്തോഷിക്കുക, ആ സന്തോഷം എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരുപാട് പേരുടെ വാക്കുകളൊക്കെ കേട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാവരുടെയും സന്തോഷിപ്പിക്കാം, എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എങ്ങും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു ഡിസിഷൻ എടുക്കുക, ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക, തീർച്ചയായിട്ടും വിജയം നമ്മളോടൊപ്പം ആയിരിക്കും എന്നുള്ളതിന്റെ ഒരനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പൊ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം ഇതാണ്, എത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടിയത് എന്നുള്ളതാണ്. നമുക്ക് ഏപ്രിൽ മാസത്തിൽ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. മെയ് ഒരു 19-ാം തീയതിക്കും 21-ാം തീയതിക്കും ഇടയിലായിട്ട് നിങ്ങളുടെ എമൗണ്ട് ക്രെഡിറ്റ് ആകുമെന്നുള്ളത്. 8,000 സംതിങ് ആണ് കേട്ടോ ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഊഹിച്ചാൽ അറിയായിരിക്കുമല്ലോ. കാരണം $100 ആകുമ്പോഴാണ് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് $100 ആകുമ്പോഴാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. അപ്പൊ 100 സംതിങ് ഉണ്ടായിരുന്നു. അപ്പൊ എമൗണ്ട് കിട്ടാൻ കുറച്ചുകൂടി ലേറ്റ് ആയേനേട്ടോ അല്ലേ? അല്ല, നേരത്തെ അതിന് ലേറ്റ് ടാക്സിന്റെ ഫെയിൽ ആയില്ലായിരുന്നോ വെരിഫിക്കേഷൻ? കുറച്ചുകൂടെ നേരത്തെ പക്ഷെ അത് ജെ4ടെക് പുള്ളി അത് ശരിയാക്കി തന്നോണ്ടാണ് നമുക്ക് കറക്റ്റ് ഡേറ്റ് തന്നെ പേയ്മെന്റ് കിട്ടിയത്.
അത് ശരിയാണ്. അപ്പോ അങ്ങനെ എമൗണ്ട് കിട്ടി. തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളുകൾക്കും ഒരു കാര്യം ഇതേന്ന് പറയാനുള്ളൂ, ക്ഷമ നമുക്ക് നന്നായിട്ട് വേണം ഇതിനകത്ത്. അതുപോലെ തന്നെ യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എത്രത്തോളം എന്നുള്ള. കാരണം ഒരുപാട് എമൗണ്ട് കിട്ടുന്ന ആളുകളൊക്കെ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. 30,000, 40,000, 50,000 എന്ന് വേണ്ട ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നവരുണ്ടെന്നറിയാം. ഫസ്റ്റ് പേയ്മെന്റ് എപ്പോഴും കുറവ് തന്നെയായിരിക്കും, അതെല്ലാവരും പറയാം. കാരണം $100 ആണല്ലോ കിട്ടുക. പിന്നെ ആയിരിക്കും എല്ലാവർക്കും കൂടുതൽ എമൗണ്ട് കിട്ടി വരിക എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മിനിമം $100 വേണം. മിനിമം 100 വേണം, അതാണ്. അത് കൂടുതൽ എത്ര വേണമെങ്കിലും പിന്നെ കിട്ടും. ആദ്യത്തേന് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. 8,000 ആയാലും നമുക്ക് സ്വർഗമല്ലേ? സ്വർഗാണോന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഈ റവന്യൂ കിട്ടിയിട്ട് വേണം ഇപ്പൊ ഈ മാസം നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കുട്ടികളുടെ ഫീസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രൊഫഷൻ പോലെ തന്നെ നമുക്കത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും, ഇതൊരു ജോലിയായിട്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് രണ്ടാൾക്കും ജോലിയുണ്ട്, ജോലിക്ക് പുറമേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട്, അതും ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ടുണ്ടല്ലോ, നമുക്ക് സമയത്തിൻ്റെതായ എല്ലാ ലിമിറ്റേഷനും ഉണ്ട്. അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഡെയിലി ഒന്നും വീഡിയോസ് ഇടാനായിട്ട് സാധിക്കാറില്ല. ആഴ്ചയിൽ 2, 3 മാക്സിമം ആണ്. ആ രീതിയിലാണ് ഇപ്പൊ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം അത് കൂടുതൽ എണ്ണം കൂട്ടുമ്പോൾ വ്യൂസ് കൂടും. നമുക്ക് എന്താണ് ക്യാഷ് കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല കാര്യം വീഡിയോയുടെ എണ്ണം കൂടുമ്പോൾ വ്യൂസും കൂടും, വീഡിയോയില് ആടും കൂടും. അത് ശരിയാണ്. പിന്നെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പുമില്ല പേഴ്സണലായിട്ട്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാം, പക്ഷെ ഒരു കണ്ടന്റും ഇല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയുകയോ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നതിനോട് അങ്ങനെ ചെയ്തിട്ടും, കാരണം എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് പ്രയോജനമായിട്ടുള്ള ഒരു കാര്യം കിട്ടുക എന്നുള്ളതല്ലേ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇനിയും ലോ ഓഫ് അട്രാക്ഷനും ട്രാവലിംഗ്, കുക്കിംഗ് എല്ലാമായിട്ട് മോട്ടിവേഷണൽ വീഡിയോസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും എണ്ണം ഇനി കൂട്ടാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഇതുവരെ തന്നിരിക്കുന്ന സപ്പോർട്ട് തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലിക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഞാൻ ഇതിനകത്ത് ഇനി പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചോളൂട്ടോ, റിപ്ലൈ തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചാനൽ തുടങ്ങാനായിട്ട് ചാനൽ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും തുടങ്ങിക്കോളൂ. അതെങ്ങനെയാണ് തുടങ്ങണ്ടേ എന്നുള്ള കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ 1K സബ്സ്ക്രൈബർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. 4,000 വാച്ചിങ് അവേഴ്സ്, ഇപ്പൊ മാറ്റം വന്നോന്ന് അറിയില്ല, നമുക്കായിരുന്ന ടൈമിൽ അങ്ങനെയായിരുന്നു. ഈ 4,000 വാച്ചിങ് അവേഴ്സ് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ മോണിറ്റൈസ് ആകും. മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന $100 ആണ് പിന്നെ കണക്ക്. ആ $100 എന്ന് പറയുന്നത് 1000 വ്യൂസിന് $1 ഒന്നും അല്ലാട്ടോ. അങ്ങനെ ഏതോ ഒരു ചാനൽ ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോ അവർക്ക് അങ്ങനെയാണോ എന്ന് അറിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെയല്ലായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ 25K വ്യൂസ് ഉള്ളതിന് നമുക്ക് $25 കിട്ടണ്ടേ? അത്രയൊന്നുമില്ല. അപ്പൊ അതിനൊക്കെ ഒരു നമുക്ക് അല്ലെ 15 or 16 ആണ് അതിന് വന്നിട്ടുള്ളൂ. അപ്പൊ അതൊന്നും അല്ല കണക്ക്. എന്താ യൂട്യൂബിന്റെ കണക്കെന്ന് സത്യം പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ ഇതാണ് ഞങ്ങളുടെ ഒരു ജേർണി. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എഴുതി വെച്ചതൊക്കെയും യാഥാർത്ഥ്യമായി തീർന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ, ആ ഒരു സന്തോഷത്തിലിരുന്നാണ് ഞാനിപ്പോ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു യൂണിവേഴ്സ്.